സ്ലൈവർ ഫണലിൻ്റെ സഹായത്തോടു കൂടെ മേലെ തട്ടിലെ ഗുടുക്കയിലെ അടിയിലൂടെ വന്ന് റബ്ബർ ട്യൂബിൻ്റെ അടിയിലെത്തുന്നു. റബ്ബർ ട്യൂബിൻ്റെ അടിയിലൂടെ താഴെ തട്ടിലെ ഗുടുക്കയിലൂടെ നൂലായി മാറി റിംഗ് തട്ടിൻ്റെ സഹായത്തോടെ ബോബിൻസിൽ നിറയുന്നു. അവിടെ നിന്ന് ഉണ്ടാക്കണ ചർക്കയിൽ ഉണ്ടാക്കി കിട്ടണ നൂലാണ് ഇത്. അങ്ങനെ ഓരോന്നാക്കിയിട്ട് ചർക്കയിൽ നിന്ന് കിട്ടും. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് വരും. അത് ഇങ്ങനത്തെ 450 എണ്ണം വേണം. 450 എണ്ണം ഇട്ടിട്ട് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് 5 ദിവസം ചവിട്ടി പിഴിഞ്ഞ് ഉണക്കി വീണ്ടും വെള്ളത്തിലിട്ട് കഴുകി പശ കാച്ചണം. മൈദയിലാണ് ഞങ്ങളിത് പശ കാച്ചാറ്. തിളച്ച മൈദയിൽ ആ പശയിൽ ഈ നൂലിട്ട് മുക്കി പിന്നെ അത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് പിന്നെയും ഞങ്ങളത് വീണ്ടും നനയ്ക്കും. എന്നിട്ട് വീണ്ടും ഇത് മെഷീനിൽ ഓടും. ഇതിനൊരു ഇഴയുണ്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു തലപ്പ് കിട്ടും. ആ തലപ്പ് മെഷീനിൽ ഇട്ടിട്ട് ഓടിയിട്ട് അതിങ്ങനെ ബോബിൻസിൽ ചുറ്റി വരും. ഇങ്ങനത്തെ ബോബിൻസിലാണ് ചുറ്റി വരുന്നത്. ഇത് 75 മുണ്ടിൻ്റെ പാവാണ് ഈ പാവ് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് അങ്ങനെ കിട്ടും. അത് കിട്ടിയിട്ട് ഇവിടെ വന്ന് ഇത് ഈ തറിയിൽ കയറ്റും. അതാണ് തറി. ഇത് മൊത്തം തറി. ആ തറിയിൽ കയറ്റി കഴിഞ്ഞാൽ അത് നേരെ വന്ന് ഇത് പിണിക്കമ്പ്, ഇത് റെക്കത്തണ്ട്. ഇതിലേക്ക് ഓരോ ഇഴയായിട്ട് ഇതിലേക്ക് നമ്മൾ കയറ്റും. ഇത് പാൻസ്. ഇതിൻ്റെ പേര് ഷട്ടിൽ. ഈ ഷട്ടിലേക്ക് ഈ പാൻസ് ഇട്ടു. ഇതിങ്ങനെ ചുറ്റി ഉണ്ട്. എന്നിട്ട് ഇത് അതേപോലെ നെയ്യുക. അത് കാലും കയ്യും വേണം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പിടിക്കും. ഒരാൾ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ മാറ്റി ചവിട്ടണം. കാല് മാറ്റി ചവിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷട്ടിലിടുമ്പോൾ വലത്തേ കാല്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഷട്ടിലിടുമ്പോൾ ഇടത്തേ കാല്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ്റായി വരും.